ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഈ മാസം 5-ന് പുറത്തിറക്കും. ഏപ്രിൽ 6-ന് ജയ്പൂരിലും ഹൈദരാബാദിലും കോൺഗ്രസ് മഹാറാലി സംഘടിപ്പിക്കും. ജയ്പൂരിലെ റാലിയിൽ സോണിയാഗാന്ധി പങ്കെടുക്കും. നിതിൻ അംബുജനുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. നിതിൻ, വിശദാംശങ്ങൾ. ഉന്മേഷ്, ഈ മാസം 5-നാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറക്കുക. സ്ത്രീകൾ, പിന്നാക്ക വിഭാഗങ്ങൾ, കർഷകർ, യുവാക്കൾ, തൊഴിലാളികൾ എന്നീ 5 വിഭാഗങ്ങൾക്കുള്ള വാഗ്ദാനങ്ങൾ ഈ പ്രകടന പത്രികയിൽ എന്തായാലും ഉൾപ്പെടുത്തും. കർണാടക, തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയം കണ്ട രീതിയിലുള്ള ക്ഷേമ വാഗ്ദാനങ്ങളാകും ഇത്തവണ ഈ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മോദിയുടെ ഗ്യാരണ്ടിയെ ഈ ഒരു പേരിൽ തന്നെ BJP നടന്ന പ്രചരണത്തെ പ്രതിരോധിക്കാമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. അത്തരത്തിലുള്ള ഒരു വാഗ്ദാനങ്ങളാകും ഈ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുക. നേരത്തെ കേന്ദ്ര പ്രവർത്തക സമിതിയിൽ ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രികയ്ക്ക് അന്തിമ അംഗീകാരം നൽകിയിരുന്നു. അതിനുശേഷം ഈ മാസം 5-ന് ഈ പ്രകടന പത്രിക പുറത്തിറക്കും. തൊട്ടടുത്ത ദിവസം 6-ാം തീയതി ജയ്പൂരിലും ഹൈദരാബാദിലും മഹാറാലി സംഘടിപ്പിക്കാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സോണിയാഗാന്ധി പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ ഈ പ്രകടന പത്രിക ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി നിതിൻ. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.